മനുഷ്യന് വയസ്സാകാൻ പിള്ളേരുടെ നിങ്ങൾക്ക് വല്ല പണിയില്ല ഈ പിള്ളേരുടെ മോനെ ബാഗ് ഇവനെ കൂടെ കൊണ്ടോ ഇനി താമസ കാവലമ്മ പോവും. അവള് പോന്നെങ്കിൽ പോട്ടെ, ഒറ്റ ഓടത്തിനങ്ങ് ചെല്ലില്ലേ. അപ്പോ നേരത്തെ വന്നിട്ടാ. അപ്പോ നീ വേഗം വാ. ഇതാ വെള്ളം. അതെ, അവക്കടെ ഫോണിലേക്ക് 2 പ്രാവശ്യം കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തപ്പോൾ ഒന്നും മിണ്ടണില്ല. അത് അവളുടെ കൂട്ടുകാരികൾ ആരെങ്കിലും ആയിരിക്കും. നീ പഴയ 4ാം ക്ലാസ് തന്നെ നിനക്ക് തോന്നുന്നതാ. എനിക്ക് അടുക്കള പണിയൊന്നുമില്ലേ? ഈ മനുഷ്യൻ ഒരച്ഛനും മക്കളും വന്നേക്കണം, വേറെ അടുത്തില്ലാത്ത പോലെ. രാമ 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 പാഹിബാ രാമ 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 പാഹിമാ. ആരാ? രാമു ആണോടാ? നേരെ ഇത്ര വൈകിട്ടു നമ്മുടെ പെൺകുട്ടിനെ കണ്ടില്ലല്ലോ. രാമ 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 പാഹിബാ. അത് ശരിയാണല്ലോ, ഈ കുട്ടി ഇത്ര വൈകാറുള്ളതല്ലോ. നിങ്ങളൊന്ന് ചെന്ന് നോക്കിയേ. നിങ്ങളിങ്ങനെ ആദ്യം പിടിക്കാതെ. അവിടെ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, +2 പഠിക്കുന്ന കുട്ടിയല്ലേ. അല്ലെങ്കിലും ചേച്ചിക്ക് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇച്ചിരി കളി കൂടുതൽ അച്ഛാ, അതായിരിക്കും വൈകണേ. നീ പഠിക്കാനുള്ള പഠിക്കേ. ഒരു കാര്യം ഇരിക്കാൻ നടക്കുന്നു. ഇതാര്? കേശവനോ? ഇതാരാ കൂടെ? രാമോട്ട് തന്നെ മനസ്സിലായില്ലേ? ഞാൻ പൂവത്തെങ്കിലെ പോലീസിന്റെ മകൻ ജോബി ഇല്ലായിരുന്നേ, ഗൾഫിലായിരുന്നു. എന്താ പതിവില്ലാതെ ഈ വഴിക്ക്? കവലേന്ന് വന്നപ്പോ ഒന്ന് കേറിയതാ രാമേട്ടാ. നമ്മുടെ കൊച്ച് 2:10 കാവിലമ്മയ്ക്ക് പോണ കണ്ടായിരുന്നല്ലോ. ടൗണിൽ നിന്ന് വല്ലതും വാങ്ങാനുണ്ടായിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞില്ലല്ലോ. അവളുടെ കൂടെ കൂട്ടുകാരികൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അയ്യോ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. മോളുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു വെക്ക് രാമേട്ടാ. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ഹലോ, രാമൻ നമ്പറല്ലേ? അതെ, ഞാൻ ടൗൺ എസ് ആണ്. എന്താ സാറേ? നിങ്ങളുടെ മകളിപ്പോൾ എവിടെയുണ്ട്? അവള് രാവിലെ പരീക്ഷ ചെയ്താ.
ഇന്ന് പരീക്ഷയുടെ അവസാന ദിവസമായതുകൊണ്ട് പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇതുവരെ എത്തിയിട്ടില്ലേ വീട്ടിൽ? നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ വരൂ. ആ ശരി സാറേ. എന്താ രാമേട്ടാ? ആരെ വിളിച്ചു രാമേട്ടാ? ദൈവമേ, എന്റെ മോള്. കേശവ, നമുക്ക് ടൗണിൽ ഇരുന്ന് പോകണം. ഷർട്ടും കിട്ടി. എന്നാ ഞാനും കൂടി പോരാം, വണ്ടി ഉണ്ടല്ലോ. രാമേട്ടാ, മോളെ കണ്ട മോനയുടെ ഓട്ടോ കയറ്റി വിടണേ. നിങ്ങൾ പോരട്ടോ, ഞാൻ വണ്ടി തിരിച്ചിടാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. സാറേ, ഇനി എത്രയാ ഞാൻ പറയണ്ടേ? 16 കഴിഞ്ഞാൽ 40. എടുപ്പിക്കില്ല സാറേ, എടുപ്പിക്കില്ല, ഞാൻ ഇട്ടോളാന്ന്. 40. എടാ, ഇനി 3 മാസം റിട്ടയർ ആവാനുള്ളൂ. അത് മര്യാദക്ക് ചെയ്തു തീർക്കാൻ ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. സാറേ, അത് ഞാൻ സാധിച്ചുതരാം. എന്താണ് പെരുമാളെ ഇത്? അവന്മാരെ സെല്ലിന്റെ അടുത്തേക്ക് മാറ്റി നിർത്തിക്ക്. ശരി സാർ. വാടെവിടെ? സാർ, ആ രാമൻ നായർ കാണാൻ വന്നിട്ടു. ശരി, വരാൻ പറയും. സാർ, എന്താ സാർ? രാമു ഇരിക്കി. എന്താ സാറേ, കാര്യം എന്താ? രാമു ഇരിക്കി. രാമു, ശ്രീപ്രിയ നിങ്ങളുടെ മകളല്ലേ? അതെ സാറേ. എന്താ സാറേ കാര്യം? അവളെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് മേരീസിലെ +2. ഭൂതത്താൻകെട്ടിൻ്റെ പരിസരത്ത് നിന്ന് 2 കുട്ടികളെ ഞങ്ങളുടെ ഷാഡ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അതിൽ ഈ പെൺകുട്ടിയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ID കാർഡിൽ നിന്ന് നിങ്ങളുടെ മകൾ ശ്രീപ്രിയ ആണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മോളോ? കേശവ, എൻ്റെ മോളോ? രാമേട്ടാ, ഇനിയിപ്പോൾ കരഞ്ഞിട്ടെന്താ കാര്യം? നിങ്ങളുടെ മകൾ അവനയച്ച മെസ്സേജസാണ്. ഒന്ന് കണ്ടു നോക്ക്. ഇതാ. കുട്ടികൾക്ക് 15,000-ന് 25,000-ന് ഫോൺ മേടിച്ചു കൊടുക്കും. കുട്ടികൾ ഏതെങ്കിലും തോന്നിവാസത്തിൽ തന്നെയാണ്. എന്നിട്ട് കാരണവന്മാർ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പഠനാവശ്യത്തിന് ഫോൺ മേടിച്ചു കൊടുത്താൽ മൊബൈൽ ഇൻ്റർനെറ്റൊക്കെ ഈ കാലഘട്ടത്തിൽ അത്യാവശ്യം തന്നെയാണ്. എന്നാൽ മേടിച്ചു കൊടുക്കുന്ന മൊബൈൽ അവരേത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മുടെ കാരണവന്മാർ ഒന്ന് ശ്രദ്ധിക്കണം. അവരെന്താണ് ചെയ്യുന്നത്? വാട്സപ്പ്, ഫേസ്ബുക്ക് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതിലൊരു ശ്രദ്ധ നമുക്ക് കൂടി വേണം. നിങ്ങളാരാ? ഞങ്ങൾ അയൽവാസിയുടെ സാർ. ചേട്ടൻ ഇദ്ദേഹത്തെ വിളിച്ചത് പുറത്ത് ചെന്നു. ശരി രാമ. ഇരിക്കും. അതെ, ആ പെൺകുട്ടി മരിച്ചു. നമുക്ക് ആ ഹോസ്പിറ്റൽ വരെ പോകുന്ന വഴിക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. പെരുമാളെ, നമുക്ക് കൂടി ഒന്ന് പോകാം. യെസ് സാർ. ഡോക്ടർ, പോലീസുകാർ വന്നിട്ടുണ്ട്. ശരി, വരാൻ പറയും. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്, ഇരിക്കും. ഓക്കെ. നമ്മുടെ പയ്യനെങ്ങനെയുണ്ട്? ആൺകുട്ടിക്കല്ലേ? യെസ്, ആള് കോൺഷ്യസ് ആയിട്ടില്ല, ബട്ട് നോട്ട് ക്രിട്ടിക്കൽ. നമ്മുടെ ആ മരിച്ച പെൺകുട്ടിയുടെ ഫാദർ വന്ന് പുറത്ത് വെപ്പുണ്ട്. എന്തെങ്കിലും കാണുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഓ, കുഴപ്പമില്ല. പെരുമാളെ സാർ. അവരിന്ന് കാണിച്ചേക്കാം. യെസ് സാർ. കേട്ടോ? പൊന്നുപോലെ പൊന്നുപോലെ
ഡോക്ടറെ, കോളയിൽ പോയിസൺ മിക്സ് ചെയ്ത് കഴിച്ചാണെന്ന് തോന്നുന്നു അല്ലേ മരണകാരണം? യെസ്, ഐ തിങ്ക് സോ. ബട്ട് കൂടുതൽ എന്തെങ്കിലും പറയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം കഴിയണം. ഡോക്ടർ, ആ ആൺകുട്ടി കോൺഷ്യസ് ആയിട്ടുണ്ട്. ശരി. ആൾക്ക് ബോധം വേണ്ടിട്ടുണ്ട്. നമ്മളെ പയ്യനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കാണുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ അധികം സ്ട്രെയിൻ അടിപ്പിക്കണ്ട. ഓക്കെ, ശരി ശരി. ഓക്കെ ഓക്കെ ഡോക്ടർ. സാർ, ഇതാണ് പേഷ്യന്റ്. വിമൽ. വിമൽ. ഇവന്റെ പ്രായം വെച്ച് നോക്കുമ്പോ ഇവന് മാക്സിമം ശിക്ഷ ഇട്ടായിരിക്കില്ല അല്ലേ പെരുമാളെ? ഉറപ്പല്ലേ സാറേ, അതും പ്രേരണാ കുറ്റത്തിന്. എടാ, സത്യം പറ, എന്താ അവിടെ സംഭവിച്ചത്? ഞാൻ പറയാം സാർ. അവളെ കാണുവാൻ വേണ്ടിയാണ് ഞാൻ സ്ഥിരമായി അമ്പലത്തിൽ പോയിരുന്നത്. ഹായ്. ആദ്യമൊക്കെ എതിർത്തെങ്കിലും അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. വന്ന് ചൂട് കാരണം ഉമ്മർത്തൊന്നും ഇരിക്കാൻ വയ്യണ്ടായില്ലേ? ഡി, നിനക്ക് വിശപ്പം ദാഹമൊന്നുമില്ലേ? ഒന്നുമില്ല കഴിച്ചടി. പിന്നീട് വാട്സാപ്പിലൂടെയും മറ്റും ഞങ്ങൾ കൂടുതൽ അടുത്തു. അവൾക്കെന്നെ ഒരുപാട് വിശ്വാസമായിരുന്നു. പക്ഷെ ആ വിശ്വാസം, അതിലെല്ലാ അതിരുകളും ഞങ്ങൾ മറന്നുപോയി. ഇന്നവൾ എന്നോടൊരു തീരുമാനം ചോദിച്ചിരുന്നു. ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ. ഡോക്ടർ സുധാറാണി പറഞ്ഞത് ഓർമ്മയില്ലേ? അറിയാം, എല്ലാം അറിയാം. നിന്റെ പ്രായം, നമ്മുടെ വീട്ടുകാർ, എന്റെ അവസ്ഥ, ഇപ്പൊ ഇതൊന്നും നമ്മളെ ഒന്നിപ്പിക്കില്ല. അപ്പോ ഞാനിനി എന്താ ചെയ്യണ്ടേ? വിമലേട്ടൻ പറ. അതിന് ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. അതേ ഉള്ളു വഴി. എല്ലാം വിമലേട്ടൻ്റെ ഇഷ്ടം.
പ്രിയ 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 അപ്പോ അവൾ പ്രഗ്നന്റ് ആയിരുന്നു അല്ലേ?